കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ, കേൾക്കാൻ പാടില്ലാത്ത ഒരിക്കലും ആ രീതിയിലാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് കോഴക്കഥകൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ്? യഥാർത്ഥ പ്രതികൾ പിടികൂടപ്പെടണം. ലക്ഷക്കണക്കിന് രൂപ, ഓരോ ലക്ഷമൊക്കെ എണ്ണി കണക്കിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പുരസ്കാരങ്ങൾക്ക് വേണ്ടി കോഴ നിശ്ചയിക്കപ്പെടുന്നത് എന്ന ഗുരുതരമായ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആദ്യം KSUവിൻ്റെ പ്രതിനിധിയിലേക്ക് പോകുന്നു. ഗോപു നെയ്യാർ, KSU ജില്ലാ പ്രസിഡന്റാണ്. ശ്രീ ഗോപു നെയ്യാർ, ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് കലോത്സവം VCക്ക് നിർത്തിവെക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ തിരയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതൊരു കോഴ ആരോപണം എന്നാണ് പറയപ്പെടുന്നത്. അത് എന്താണ്? ആരാണ് അതിന് പിന്നിൽ? ഏത് സംവിധാനം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? കാരണം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത് ഈ പരിശീലകരും വിധികർത്താക്കളുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ഈ കോഴ നിശ്ചയിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന, നടപടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ മുന്നിലുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്കൊരു ഗൂഢസംഘം ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാകേണ്ടി വരികയാണോ? എങ്കിൽ അത് ആരാണ്? ഒരുപക്ഷെ കേരള സർവകലാശാലയുടെ ചരിത്രത്തിലെ തന്നെ ഒരു പരാജയപ്പെട്ട ഒരു കലോത്സവമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ 7-ാം തീയതി മുതൽ ആരംഭിച്ച കലോത്സവം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇന്ന് മാതൃഭൂമി ന്യൂസ് അടക്കം പുറത്തുവിട്ട വാർത്തകൾ അതീവ ഞെട്ടലോടുകൂടിയാണ് ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ KSU ഉൾപ്പെടെ നോക്കിക്കാണുന്നു. മുമ്പ് വിധികർത്താക്കളും അത് ഇടനിലക്കാരായിട്ട് ചില അധ്യാപകരല്ല ഇതിന് പരിശീലനം നൽകുന്നവരുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയുടെ നേതൃത്വമടക്കം ഇതിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരികയാണ്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രിയുടെ ഓഫീസിനോ ഇതിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ SFIയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. ആ വാർത്ത, ഈ പറയുന്ന കാര്യങ്ങൾ ചില്ലറ കാര്യങ്ങളല്ല. അപ്പോൾ നമുക്ക് വസ്തുതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇതിൽ ഈ ഇടപാടിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ അത് വെറും ആരോപണമായി പോകരുത്. കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അങ്ങനെയെങ്കിൽ മന്ത്രി പേര് പറയാൻ എങ്കിൽ പറയുക, നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ. കാരണം അത് ആരാണ്, അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗപ്പെടുത്തുന്നത് ആരാണ്? ആ വ്യക്തി, അയാൾക്കിതിലുള്ള സ്വാധീനം. കാരണം ഈ പറയുന്ന വാർത്തയിലും പുറത്തേക്ക് വരുന്ന പ്രചരിക്കപ്പെടുന്ന റിപ്പോർട്ടുകളിലൊക്കെ ചില ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് കോഴ നിശ്ചയിക്കപ്പെട്ടത്? ആരാണ് പിന്നിൽ? ആരൊക്കെയാണ് പ്രബലർ? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അത് അതിൻ്റെ വസ്തുതയെപ്പറ്റി സുതാര്യമായിട്ടുള്ള അന്വേഷണമാണ് KSU ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതല്ല. ഇത് SFIയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, CPMനകത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ഒരു സന്ദേശമാണ്. അതിൻ്റെ വസ്തുത അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളാണ്. അത് ഏതെങ്കിലും തരത്തിൽ അവർ പറയുന്നത് പോലെ കേരളത്തിലെ മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിൽപ്പെട്ട 2 പേരുടെ പേര് പരാമർശിക്കുന്നുണ്ട്. ഒരു ജഗത് രാമചന്ദ്രനും പിന്നെ ഒരു സവാദ് എന്ന് പറയുന്ന ആളുടെയും പേര് പരാമർശിക്കും. അത് ആരുടെ സ്റ്റാഫാണ്, ഏത് മന്ത്രിയുടെ സ്റ്റാഫാണ്, അവർക്കിതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കപ്പെടണം. കാരണം ഇത്തരത്തിൽ സർവകലാശാല കലോത്സവങ്ങളെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റുന്ന, അതിനെ അക്രമങ്ങളുടെ ഒരു കലാപോത്സവമാക്കി മാറ്റുന്ന പ്രവണതകൾ ഇത്തരത്തിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അത് MG സർവകലാശാല. ശ്രീ ഗോപു, അതായത് ഈ നമ്മളൊരു കലോത്സവമൊക്കെ നിശ്ചയിക്കപ്പെടുമ്പോൾ അതിന് സംഘാടക സമിതിയൊക്കെ ഉണ്ട്. അതിൽ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ഉണ്ടാകാം. അത് എവിടെയാണ് നടക്കുന്നതെങ്കിൽ അവിടെ തദ്ദേശ ഭരണ നേതൃത്വങ്ങളൊക്കെ അതിനകത്ത് സംഘാടക സമിതിയിൽ വരാം. അപ്പോൾ അവരൊന്നും അറിയാതെ ഒരു കോഴയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് അത്ര എളുപ്പമാണോ? അതിൽ SFI ആണെങ്കിൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ SFIയുടെ നേതാക്കൾ എന്ന് പറയുമ്പോൾ, അത് എങ്ങനെയാണ് ആ സംവിധാനം അവിടെ പ്രവർത്തിച്ചത്? ഈ കലോത്സവം നിർത്തിവെക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് ഈ സർവകലാശാല കലോത്സവത്തിൻ്റെ ആദ്യം മുതൽക്കൊന്ന് പരിശോധിച്ച് നോക്കണം. ഈ സർവകലാശാലയുടെ കലോത്സവത്തിൻ്റെ സംഘാടക സമിതി തന്നെ കൂടുന്നത് ഇടത് അധ്യാപക സംഘടനയുടെ ഓഫീസിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലേക്കാണ് ഈ സർവകലാശാലയുടെ കലോത്സവത്തിൻ്റെ നടത്തിപ്പുകൾ മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് പരിശോധിക്കപ്പെടണം. ഇടത് സംഘടനയുടെ ഓഫീസിൽ യോഗം കൂടുന്നു, മറ്റുള്ളവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അടുപ്പിക്കാതിരിക്കുക, അക്രമം അഴിച്ചുവിടുക. ആദ്യം മുതൽക്ക് 7-ാം തീയതി മുതൽ ആദ്യ ദിവസം മുതൽ അർദ്ധരാത്രി മുതൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ വർക്കല SN കോളേജിലെ വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും ഉൾപ്പെടെ റൂമിൽ നിന്നും ഇറക്കിവിടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പലതരത്തിൽ ആദ്യ ദിവസം മുതൽ ഇന്നലെ അവസാനിക്കുന്നതുവരെ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും മാത്രമായി ഈ കലോത്സവം മാറി എന്നുള്ളതാണ്. ഗോപു, ഈ പറയുന്ന ജഗത്തും സവാദും ഇത് ഏത് മന്ത്രി ഓഫീസിലെ സ്റ്റാഫാണ്? എന്ത് പദവിയാണ് വഹിക്കുന്നത്?
ഞാൻ പറഞ്ഞല്ലോ ആ വാട്സപ്പ് സന്ദേശങ്ങൾ നിങ്ങൾക്കുൾപ്പെടെ മാധ്യമങ്ങൾക്കുൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ മന്ത്രിയുടെ ഓഫീസിലെ 2 സ്റ്റാഫുകൾ എന്നുള്ള രീതിയിലാണ് ഈ വാർത്ത പ്രചരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണമല്ല, ഇത് CPM-ന്റെ SFIയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ഒരു സന്ദേശമാണ്. അതിനെപ്പറ്റി വസ്തുതാപരമായിട്ടുള്ള അന്വേഷണം നടത്തണം. അവരാരെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അവർ കുറ്റക്കാരാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുവാൻ ഇവിടുത്തെ ഭരണകൂട സംവിധാനം തയ്യാറാകണം എന്നുള്ളതാണ്. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, ചില്ലറ ആരോപണമല്ല KSU ഉയർത്തുന്നത്. ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ കേരള സർവകലാശാലയെ സംബന്ധിച്ചുള്ള അഭിമാന നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ട ദിവസങ്ങളായിരുന്നു. അത് പാതി വഴിക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേട് അതാണ്. ഈ കലയെയും കൂലിക്കെടുത്തോ എന്നൊരു ക്യാപ്ഷൻ ഇങ്ങനെ മാതൃഭൂമി കാട്ടുന്നത്. അതൊരു കലാപ ഉത്സവമായി അത് മാറിയെങ്കിൽ അതിൽ പല ഘടകങ്ങളുണ്ട്. SFI നേതൃത്വം നൽകുന്ന ഒരു യൂണിയനാണ്. അപ്പോൾ അവിടെ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് KSU ആരോപിക്കുന്നത്. ഈ കോഴ ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അത് മന്ത്രിയുടെ ഒരു ഓഫീസിലെ 2 വ്യക്തികൾ അത് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുണ്ടോ, മറുപടി ഉണ്ടോ? എനിക്കൊരല്പം സമയം തരണം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാനായിട്ടുള്ള അവസരം തരുന്ന പ്രതീക്ഷിക്കുന്നത്. ആദ്യം ഇൻട്രോയിൽ പ്രതീക്ഷ പറഞ്ഞ പോലെ തന്നെ കലോത്സവം വഷളാക്കി അത് റദ്ദാക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഈ KSU തന്നെയാണ്. KSU അന്ന് എന്താണ് പറഞ്ഞത്? അവരെ മർദ്ദിച്ചു. KSUവിന്റെ പ്രവർത്തകരെ മർദ്ദിച്ചതിന്റെ പേരിലാണ് ഈ കലോത്സവം തുടങ്ങിയ അന്ന് മുതൽ കലോത്സവ വേദികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് തങ്ങളുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കാനുള്ള കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സമൂഹം അവിടെ അവരുടെ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് വെറും രാഷ്ട്രീയ നേട്ടത്തിനായി SFIയെ കുറിച്ച് എന്ത് കള്ളക്കഥകൾ കെട്ടിച്ചവച്ചാൽ ഇപ്പോൾ വാർത്താ പ്രാധാന്യം കിട്ടുന്ന ഒരു സമയമാണല്ലോ. അത് ചർച്ച ചെയ്യപ്പെടാനായിട്ട് കുറെ മാധ്യമങ്ങളുണ്ട്. ആ പുങ്കിലാണ് വാസ്തവത്തിൽ KSUവിന്റെ ഈ നാടകങ്ങൾ അരങ്ങേറിയത്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഇവർ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി കുട്ടികളുടെ പ്രകടനങ്ങളെ, അവരുടെ കലാവാസനകളെ പ്രകടിപ്പിക്കുന്ന വേദികളിലെ മുമ്പിൽ ഇവർ അലമ്പും എന്താ പറയാ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അലമ്പുകൾ ഉണ്ടാക്കിയപ്പോൾ ആ കുട്ടികൾ തന്നെ രംഗത്ത് വന്നു. തങ്ങൾക്ക് മത്സരിക്കാൻ ഇത്രയും പൈസ മുടക്കി മത്സരിക്കുന്ന, ഇത്രയും കഷ്ടപ്പെട്ട് റിഹേഴ്സൽ നടത്തി തങ്ങളുടെ ഈ പ്രകടനങ്ങൾ നടത്താനായിട്ട് അനുവദിക്കാത്ത ഈ KSU പ്രവർത്തകർ ദയവായി പിന്മാറണം, ഞങ്ങളെ ഇത് നടത്താൻ അനുവദിക്കണമെന്നും അവർ ദയനീയമായി പറയുന്നത് കേട്ടു. ലൈവായിട്ട് കേരളം കേട്ടു. ഇനി മന്ത്രിയുടെ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അതിനാണ് എനിക്ക് വ്യക്തമായ മറുപടി ഉള്ളത്. പ്രജേഷിന്റെ ഓർമ്മയിലേക്ക് ഞാൻ കാര്യം കൊണ്ടുവരിക. അതായത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ്, പത്തനംതിട്ടക്കാരൻ പേഴ്സണൽ സ്റ്റാഫ് ഒരു നിലമ്പൂർ സ്വദേശിയായ ഒരു കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്നും ഓഫീസിൽ വെച്ച് കൈക്കൂലി വാങ്ങിച്ചു. ഒരു മകന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞ ആരോപണം എത്രയോ ദിവസങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് അത്ര നിരവധി ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ഒടുവിൽ ആ പേഴ്സണൽ സ്റ്റാഫ് നിരപരാധിയായ ആ ചെറുപ്പക്കാരൻ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വിവാഹ സമയത്ത് ഈ സമയത്ത് പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അവസാനം അയാൾ നിരപരാധി എന്ന് കാണുകയും ഈ ആരോപണത്തിൽ നിന്ന് നാണം കെട്ട കോൺഗ്രസ് പ്രവർത്തകർ കണ്ണ് കാണാൻ പോലെ ചെവി കാണാനെന്നൊക്കെ പറഞ്ഞ് അപഹാസ്യമായ ന്യായീകരണം പറഞ്ഞ് പിന്മാറിയ ഒരു കഥയുണ്ട്. അത് അധികം നാളായില്ല, കേവലം മാസങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഒരു മന്ത്രിയുടെ ഒരു കാര്യം പറയട്ടെ. കാരണം എല്ലായിടങ്ങളിലും ഒട്ടുമിക്ക കേന്ദ്രങ്ങളിലും ഭരണ സർവകലാശാലയുടെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഈ SFI എന്ന സംവിധാനമാണ്. അപ്പോൾ ഒരു ലിബറൽ ഒരു നിലയിലേക്ക് പോകുന്നില്ല എന്ന പരാതി എന്തായാലും കേസിന്റെ ഭാഗത്തു നിന്നൊക്കെ പല കാര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ ഈ സംഭവത്തിൽ തന്നെ നമുക്കറിയാം മർദ്ദനമൊക്കെ പുറത്തേക്ക് വരുന്ന അതിന്റെ ദൃശ്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ തെറ്റായ രീതിയിലുള്ള, കാരണം നമുക്കറിയാമല്ലോ എത്രയോ കുഞ്ഞുങ്ങൾ രക്ഷിതാക്കളൊക്കെ അവർ ഈ കലയെ സ്നേഹിച്ചുകൊണ്ട് ഈ കലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒന്ന് അവർ പഠനത്തിനൊപ്പം തന്നെ ഈ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി എത്രയോ ദിവസങ്ങൾ എടുത്തുകൊണ്ട് പരിശീലിച്ചുകൊണ്ട് വരികയാണ് ഒരു പൂർത്തീകരണത്തിന് വേണ്ടി. അപ്പോൾ അവിടെ ഒരു കോഴയടക്കം വരുന്നുണ്ട് അല്ലെങ്കിൽ ആരോപണമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. SFI പോലെ നിയന്ത്രിക്കുന്ന SFI താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ KSU മുന്നോട്ട് വയ്ക്കുന്നത് ആരോപണമാണ്, അത് അന്വേഷിക്കേണ്ട സംവിധാനങ്ങൾ വേണം. ആ അന്വേഷണത്തിനുള്ള വഴി കൂടി തുറക്കപ്പെടുകയല്ലേ ശ്രീ റെജി ലൂക്കോസ്? അല്ല, തീർച്ചയായിട്ടും അന്വേഷിക്കണം. ആരോപണങ്ങൾ എന്ത് വന്നാലും ജനാധിപത്യ രീതിയിൽ അത് അന്വേഷിക്കാനുള്ള നിയമപരമായ ബാധ്യത അതിന്റെ അധികാരികൾക്കുണ്ട്. അത് അവർ ചെയ്തോളും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാല യൂണിയന്റെ ചെയർമാനെ അടക്കം ബന്ധപ്പെടുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. പിന്നീട് എല്ലാ ഫോണും തുരുതുര സ്വിച്ച് ഓഫ് ആക്കപ്പെടുകയാണ്. അതെന്തുകൊണ്ടായിരിക്കാം? അത് വളരെ സിമ്പിൾ അല്ലേ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം കലാലയങ്ങളിലെയും യൂണിയനുകൾ ഭരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിൽ ഏതാണ്ട് 90% കുട്ടികളും 90-ന് മുകളിൽ തന്നെയുണ്ട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും
ഗോപുവിരുന്ന് ചിരിക്കുന്നുണ്ട് ശ്രീ രജി ലൂക്കോസേ. രജി ലൂക്കോസേ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, താങ്കളെ 8 മിനിറ്റ് സംസാരിച്ചിട്ട് വേണ്ടി ഞാൻ സംസാരിച്ച് പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ ഞാൻ പറയുമ്പോൾ കയറി കിടക്കും. ശരി ശരി ഗോപു, സ്വതന്ത്രനായി അല്പസമയം കൂടി രജി ലൂക്കോസിനെ വിട്ടേക്ക്. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ. ജനാധിപത്യമല്ലേ, ഇവിടെ ആർക്കും സംസാരിച്ചു. നിങ്ങൾ എന്തിനാണ് എന്റെ സമയത്ത് അസ്വസ്ഥ? ഞാൻ പറഞ്ഞ വസ്തുതയില്ല, നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും. കേരളം കണ്ടതല്ലേ. ഇപ്പൊ പ്രതീക്ഷ തന്നെ വളരെ വികാരമായിട്ട് വളരെ ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ കുട്ടികളെ ഇതിനു വേണ്ടിയിട്ട് ദിവസങ്ങളോളം പിന്നെ ട്രെയിൻ ചെയ്ത് റിഹേഴ്സൽ ചെയ്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക മുടക്കി തങ്ങൾക്കിടെ വേദിയിൽ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് കേരളം കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ആ കുട്ടികളുടെ ഈ വലിയ ഏറ്റവും വൺസിന്നലായി ലൈഫിൽ ഒരിക്കൽ മാത്രം കണ്ടത് അവസരത്തിൽ തടഞ്ഞത്. നിങ്ങൾ എന്ത് നീതിയാ പറയുന്നത്? നിങ്ങൾ പറഞ്ഞ എന്താ? നിങ്ങൾ മർദ്ദിച്ചു നിങ്ങൾ അതിനുവേണ്ടി പരാതി കൊടുക്കണം. അത് അന്വേഷിക്കാനുള്ള വേദികളുടെ ഉണ്ട്. കേരളത്തിൽ എത്രയോ ആയിരക്കണക്കിന് കലാലയങ്ങളുണ്ട് കേരളത്തിൽ. അവിടെയെല്ലാം ഇത് നടക്കുന്നുണ്ടോ? നിങ്ങൾ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നതിന് കാരണം എന്തുകൊണ്ടാ? നിങ്ങൾക്ക് വാർത്തകളിൽ ഇടംപെടണം. SFI എന്ത് തോന്നിയ ദിവസം പറഞ്ഞാലും കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വെക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നിങ്ങൾ നേരിടുന്നത്, നിങ്ങൾ വെല്ലുവിളിക്കുന്നത് കേരളത്തിലെ വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തിനാണ്. ഇത് വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ലജ്ജയില്ലായിരുന്നു ആ കുട്ടികളുടെ അവരുടെ കലാപ്രകടനങ്ങളെ തടയാനായിട്ട്? നിങ്ങൾക്ക് എന്ത് കലാസ്നേഹമുണ്ട്? നിങ്ങൾക്ക് എന്ത് തലമുറ സ്നേഹമുണ്ട്? നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ശാപമാണ് ഈ കേരളത്തിൽ. എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ നിങ്ങളുടെ സംഘടനയിൽ ചേരാത്തത്? അതിന് കാരണം വളരെ സിമ്പിളാണ്. നിങ്ങളെപ്പോലെയുള്ള സംഘടനകളിൽ അലിഖിത നിയമങ്ങൾ ഈ സർവകലാശാലയ്ക്കകത്തും പ്രയോഗിച്ചിട്ടുണ്ടോ? അലിഖിത നിയമങ്ങൾ ശ്രീ ഗോപു ഒരുപാട് കാര്യങ്ങൾ ശ്രീ രജി ലൂക്കോസ് ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ നമുക്ക് വ്യക്തതയാണ് വേണ്ടത്. കാരണം ആരോപണങ്ങൾ പല രീതിയിൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെ നമുക്ക് ഈ പറഞ്ഞത് വളരെ ഗുരുതരമാണ്. ഇതിലേക്ക് ഒരു അന്വേഷണം പോയി വസ്തുതകൾ കണ്ടെത്തുകയാണ്. നിഷ്പക്ഷമായ ഒരു അന്വേഷണം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇത്തരം തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ താക്കോൽ സ്ഥാനത്ത് ആരാണ് ഇരിക്കുന്നത്? അതിൽ പ്രധാനപ്പെട്ട നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ആരോപിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വളരെ ഗുരുതരമാണ്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മാതാപിതാക്കൾ കേൾക്കേണ്ട സംഭവമാണ്. അവരും ഇതിലൊരു നിലപാട് സ്വീകരിക്കേണ്ട ഒരു സംഭവമായി മാറുന്നു. നമുക്ക് ആധികാരികമായിട്ടുള്ള വലിയതായിട്ടുള്ള പോയിന്റുകൾ പറയാൻ കഴിയുമെങ്കിൽ. ശ്രീ രജി ലൂക്കോസ് വളരെ അപഹാസ്യമായിട്ടുള്ള രീതിയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് KSU ഈ കലോത്സവത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. താങ്കൾ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ അത് മനസ്സിലാക്കണം. ഒരു ആത്മപരിശോധനയ്ക്ക് ശ്രീ രജി ലൂക്കോസ് തയ്യാറാകണം എന്നുള്ളതാണ് KSU പറയാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ സംസാരിച്ചപ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ഞാനത് അവസാനിപ്പിച്ച ആളാണ്. പ്രശ്നങ്ങളാണ്. നമുക്ക് തമ്മിലടിച്ച് അതിന്റെ വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം. അത് ഗുരുതരമാണ്. അപ്പോൾ ആ സമയം കൂടി കവർന്നെടുക്കരുത്. അദ്ദേഹം പറയട്ടെ, ഗോപു പറയട്ടെ. അല്ല, ഇതിനകത്ത് നിങ്ങൾ തന്നെ പറഞ്ഞു പല സർവകലാശാല യൂണിയൻ്റെ തലപ്പത്തുള്ള പലരെയും ബന്ധപ്പെട്ടിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ വാട്സപ്പ് സന്ദേശങ്ങളിൽ പറഞ്ഞതുപോലെ പുതിയ ഐഫോൺ ഉൾപ്പെടെ കോഴയായി ലഭിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പുതിയ ഐഫോൺ കിട്ടിയിട്ടും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടത് പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ്. കാരണം അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. സംഘാടക സമിതി ഐഫോണിന്റെ കഥ എന്താണ്? വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ, അതായത് 1.5 ലക്ഷം ഒന്നാം സമ്മാനത്തിന് കോഴയാകുന്നു, രണ്ടാം സമ്മാനത്തിന് ആർക്കാണ് കൊടുത്തത് എന്നാണ്. കാരണം ഗുരുതരമായ ഒരു ആരോപണമാണത്. സർവകലാശാല യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ സംഘാടകർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന സന്ദേശം. ഇത് ഞങ്ങൾ ഉന്നയിക്കുന്നതല്ല, ഞങ്ങൾ ഉയർത്തിയിട്ടുള്ളതോ ഞങ്ങൾ മുന്നോട്ട് വെച്ചതോ ആരോപണമല്ല. ഇത് SFIയുടെയും CPMന്റെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പ്രചരിക്കുന്ന സന്ദേശമാണ്. അത് തള്ളിക്കളയാൻ ഇവരാരും തയ്യാറാകുന്നില്ലല്ലോ. ഇവർ പോലും തള്ളിക്കളയുന്നില്ല. അപ്പൊ നിങ്ങൾ പരിശോധിക്കും, ഇത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, അയാൾ ഇവിടെ അല്ല, നിങ്ങളോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ അനുഭവത്തോട് ചോദിക്കുക. നിങ്ങൾ 2 ആരോപണങ്ങൾ വെച്ചു. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. അത് ഏത് മന്ത്രിയാ? വാട്സപ്പ് ഗ്രൂപ്പ്. ഏത് വാട്സപ്പ് ഗ്രൂപ്പാ? നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? പച്ച നുണകൾ, പച്ച കള്ളങ്ങൾ ഇങ്ങനെ ചാനലിൽ ഇരുന്ന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. എന്തായാലും നിങ്ങൾ തെളിവ് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. കാരണം ഇടതുപക്ഷത്തിന്റെ ഔദ്യോഗിക അല്ലല്ല പറഞ്ഞോളൂ. അല്ല, അതിന്റെ ഉത്തരം ശ്രീ രജി ലൂക്കോസ് ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം.
നിങ്ങൾക്ക് പരിശോധിക്കാം ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞങ്ങൾക്ക് പോലും ലഭിക്കുന്നത് SFI എന്ന് പറയുന്ന പേര് ആരാണ് ആ മന്ത്രി എന്ന് ചോദിക്കുകയാണ്. ആരാണ് ആ മന്ത്രി എന്ന് മന്ത്രിയുടെ പേരൊന്നും കിട്ടിയിട്ടില്ല, മറിച്ച് 2 പേർ. അത് ആ പേരുള്ളവർ ഏത് മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ടവരാണെന്ന് പരിശോധിക്കട്ടെ. ശ്രീ ഗോപു, പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇതിൽ നിങ്ങൾ ആരോപിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാട്സപ്പ് അനുസരിച്ചാണെങ്കിൽ ഈ സർവകലാശാല യൂണിയനെ നയിക്കുന്ന വ്യക്തിക്ക് ഐഫോൺ കൊടുത്തു, മന്ത്രിയുടെ 2 മന്ത്രിമാരുടെ ഓഫീസുകളിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ ആ മന്ത്രിക്കൊപ്പമുള്ള 2 പേർ പിന്നീട് SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെയും ഈ ആരോപണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സംഘടനയെ മുഴുവൻ തേക്കാനുള്ള ശ്രമങ്ങളാണോ, അതല്ല ഇതിന് പര്യാപ്തമായ ചില നിഗൂഢതകൾ ഉണ്ടോ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ? അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഒരു വ്യക്തത വരുത്തണം. അതിന് വേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ്. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾക്ക് KSU ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്ന ഒരു അന്വേഷണം എന്തെങ്കിലും ഉണ്ടോ, അതല്ല മറ്റെന്തെങ്കിലും വ്യക്തതയ്ക്ക് വേണ്ടി കാര്യങ്ങളിലേക്ക് KSU തന്നെ ഇനി തെളിവുകൾ പുറത്തുവിടുമോ? മറുപടി. അല്ല, ഞങ്ങൾ ഈ സർവകലാശാല കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് പുറകിലുണ്ടായിട്ടുള്ള സംഭവങ്ങളെ പറ്റി വിശദമായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഞങ്ങൾ പറയുന്നത് സർക്കാർ സംവിധാനങ്ങൾ, ഒരുപക്ഷെ CPM ഭരിക്കുന്ന നാട്ടിൽ CPM അനുകൂല വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരായിട്ടുള്ള ആരോപണം അവർ അന്വേഷിച്ച് അതിലൊരു വ്യക്തത വരുത്തുമെന്നും കുറ്റക്കാരെ കണ്ടെത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ പോലും കൃത്യമായിട്ടും സുതാര്യമായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാട് സർവകലാശാല യൂണിയനും SFIയും സ്വീകരിക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് മാസങ്ങൾ ആഴ്ചകൾ പരിശീലനം നടത്തി മത്സരത്തിന് വന്ന് മത്സരത്തിൽ പോലും പങ്കെടുക്കുവാൻ കഴിയാതെ പോയ ആ വിദ്യാർത്ഥിനികളുടെ കണ്ണുനീർ നമ്മളടക്കം കണ്ടതാണ്. അപ്പോൾ അവർക്ക് നീതി ലഭ്യമാകണം. അവർ കഷ്ടപ്പെട്ട് പരിശീലനം നടത്തി വന്നിട്ടും ഒരു പെർഫോമൻസ് പോലും നടത്തുവാൻ സാധിക്കാതെ പോയ അനേകം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൽ അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും കുറ്റക്കാർക്കെതിരായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് KSUവിൻ്റെ നിലപാട്. ഇതിൽ ഞാൻ ഒരു 2 മിനിറ്റ് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു. റെജി ലൂക്കോസ് നേരത്തെ പറഞ്ഞു വച്ചതിന് മറുപടി കൃത്യമായിട്ട് നൽകാൻ സാധിച്ചില്ല. റെജി ലൂക്കോസ് പറഞ്ഞു വച്ചത് ഞങ്ങൾ ഈ കലോത്സവത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ശ്രീ പ്രജീഷ്, നിങ്ങളൊന്ന് പരിശോധിക്കണം. 7-ാം തീയതി സർവകലാശാല കലോത്സവം തുടങ്ങിയപ്പോൾ 7-ാം തീയതി അർദ്ധരാത്രി ഒരു 12 മണിക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 12 മണിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ അനുവദിച്ചിട്ടുള്ള ഗ്രീൻ റൂമിൽ നിന്ന് KSUവിൻ്റെ യൂണിയനുള്ള വർക്കല SN കോളേജിലെ വിദ്യാർത്ഥിനികളെയും അവിടുത്തെ ചില അധ്യാപകരെയും SFIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ, SFIയുടെ ജില്ലാ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഈ സംഘാടക സമിതിയിൽ ഉൾപ്പെടെ ഉള്ളവർ വന്ന് ഇറക്കി വിടുകയാണ്. നിങ്ങൾ KSUവിൻ്റെ യൂണിയനുള്ള കോളേജല്ലേ, നിങ്ങൾക്കിവിടെ റൂമില്ല, ഗ്രീൻ റൂമില്ല, നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നു. അവർ ചിലരെ ഞങ്ങൾ തന്നെ ഇടപെട്ടുകൊണ്ട് വഴുതക്കാടുള്ള ഒരിടത്തേക്ക് മാറ്റി. ചില വിദ്യാർത്ഥികൾ രാവിലെ വരെ, ചില ആൺകുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിനുമുള്ള സമരപന്തലിന് സമീപത്തിരിക്കുകയും രാവിലെ 6 മണിക്കുള്ള ട്രെയിനിൽ അവർ വർക്കലയിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ പറയുന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മാതൃഭൂമി പോലൊരു ചാനലിൻ്റെ ഫ്ലോറിൽ വന്നിരുന്ന ഒരു KSU എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധിയായി വന്നുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ, ഒരു ഗതികേട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. 7-ാം തീയതി ഈ അർദ്ധരാത്രി ഈ സംഭവം നടക്കുന്നു. അത് കഴിഞ്ഞ് 8-ാം തീയതി KSU അല്ല, വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റിയിലെ വേദിക്കിൽ പ്രതിഷേധിക്കുന്നത്. എന്തിനാ പ്രതിഷേധിക്കുന്ന? അപ്പീൽ നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ല എന്ന് പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കാം. സംഘാടകർക്കെതിരെ പ്രതിഷേധിച്ചത്, അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും പ്രതിഷേധമുണ്ടായി. അതും വിദ്യാർത്ഥികളാണ്, KSU അല്ല. മറിച്ച് 10-ാം തീയതി രാവിലെയാണ്, നിങ്ങളൊന്ന് നോക്കണം, 10-ാം തീയതി മാത്രമാണ് KSU എന്ന് പറയുന്ന ലേബലിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഈ സർവകലാശാലയുടെ വേദിക്ക് പ്രതിഷേധിച്ച കാര്യം എന്താ? തലേ ദിവസം ആ ശനിയാഴ്ച രാത്രി 1 മണിക്ക് സെന്റ് സേവിയേഴ്സ് കോളേജിലെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു. 3 മണിക്ക് റജിയിലേക്ക് അവസാനം ഒന്ന് പോയിക്കോട്ടെ. ശ്രീ റജി ലൂക്കോസ്, കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് ഓരോ കുട്ടികളിൽ നിന്നും ഫസ്റ്റിന് 1.5 ലക്ഷം, സെക്കൻഡിന് 1 ലക്ഷം, 3-ാം സമ്മാനത്തിന് 50,000, ഇതൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഓരോരുത്തരിലേക്കും ഇത് എത്തുകയാണ്. അപ്പോൾ തെറ്റായൊരു സന്ദേശം ഈ കലോത്സവത്തിന് നൽകപ്പെടുകയാണ്. നമ്മൾ നൈതികമെന്ന് കരുതുന്ന ഒരു സംവിധാനത്തെ എന്തൊക്കെയോ കോഴക്കൈകളിലേക്ക് എത്തപ്പെടുന്നു എന്ന് ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതിൽ വേണ്ടത് എന്താണ്? വ്യക്തമായൊരു അന്വേഷണമാണ്. അത് അന്വേഷിക്കേണ്ടതല്ലേ ശ്രീ റജി ലൂക്കോസ്? വിദ്യാർത്ഥി സംഘടന SFI തന്നെ നേരിട്ടെത്തി ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ വ്യക്തതകൾ വരുത്തേണ്ടിയിരുന്നത് ഇരിക്കേണ്ടതായിരുന്നില്ലേ?
അല്ല, യാതൊരു തെളിവുമില്ലാതെ, യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതയില്ലാതെ കണ്ട് എവിടെ നിന്നൊക്കെ ആരുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന ഇത്തരം ആരോപണങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ പോലും ഇപ്പൊ പൂക്കോട് വിഷയത്തിലാണെങ്കിലും ഒക്കെ SFIക്കെതിരെ പുറത്തു വരുന്നത് എന്ത് ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുത്ത ചെറുപ്പക്കാരനായ വിദ്യാർത്ഥി പറഞ്ഞത് ഈ ലോകം മുഴുവൻ കേട്ടില്ല, പ്രതീക്ഷ കേട്ടില്ലേ? ഞാൻ തന്നെ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പൊ പറഞ്ഞു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടതുപക്ഷത്ത് പ്രതികരിക്കുന്നുണ്ടോ പറയും. ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ആധികാരികമായിട്ട് നിങ്ങൾ പുറത്തു വിടൂ. മന്ത്രിയുടെ അതിനൊക്കെ ഗുരുതരമായ ആരോപണം. മന്ത്രിയുടെ ഓഫീസുകളിലെ രണ്ടുപേരും ബന്ധപ്പെട്ടു. ഏത് മന്ത്രി, എന്താണ് അതിന്റെ തെളിവ്? അതിനുള്ള ഏതെങ്കിലും ഒരു തെളിവുണ്ടോ? നിങ്ങൾ പുറത്തു വിടും. ഒന്നുമില്ല, അത് സർക്കാർ അന്വേഷിക്കാനാ പറഞ്ഞത്. അങ്ങനെ എന്തെല്ലാം അപഹാസ്യമായിട്ടുള്ള നാടകങ്ങൾ ഇവിടെ കുറെ നാളുകളായിട്ട് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്. ഇവരെ ഈ പറയുന്നതിൽ അന്വേഷിക്കാനാണോ? ഇനി അഥവാ കോഴ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ആ വ്യവസായപരമായ രീതിയിൽ ഒരു പരാതി നൽകട്ടെ. അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിക്കും. കോഴയുടെ ആരോപണം ആദ്യമായിട്ടാണ് കേരളത്തിൽ കേൾക്കുന്നത്. ഈ രാജ്യത്ത് മുഴുവൻ നടക്കുന്ന സംഭവമാണ്. ഇതിനു മുമ്പും പല കലോത്സവത്തിലും ഇത്ര ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷം വന്നതിന് ശേഷമാണ് ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അത്ര പേര് ആരോപണമായി വന്നിട്ടില്ല. അതും സത്യമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ കലോത്സവങ്ങളിൽ അരങ്ങേറുന്ന വേദികൾ എത്ര ട്രാൻസ്പെറന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. SFIക്കെതിരെ മറ്റൊന്നും കിട്ടാത്തതിന്റെ പേരിൽ ചിരി വരുന്ന, അതായത് ഒരു കോമഡിക്ക് പോലും കൊള്ളാത്ത രീതിയിലുള്ള ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ വിദ്യാർത്ഥി സംഘടന എത്ര മോശമായ രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ചർച്ച എത്ര ലക്ഷങ്ങൾ കേട്ടോണ്ടിരിക്കുക. അവർക്കൊക്കെ ബോധ്യമായില്ലേ ഇതൊരു നാടകമാണെന്നുള്ള. അപ്പൊ ഈ സമീപകാലത്ത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ കൊണ്ടുവന്നിരിക്കുന്ന എന്തായാലും അതിനൊക്കെ ഇത് നാടകമാണോ അല്ലയോ എന്ന് അറിയിക്കേണ്ട അല്ലെങ്കിൽ വ്യക്തത വരുത്തേണ്ട ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെയുള്ള അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായും ഇത് ഒരു കലാലയത്തെ സംബന്ധിച്ചോളം, ആ കലോത്സവങ്ങളെ സംബന്ധിച്ചോളം ഒക്കെ തന്നെ തെറ്റായ സന്ദേശം നൽകുന്നതാണ്. ഇത്തരം ഒരു മാഫിയ സംഘമുണ്ടെങ്കിൽ തീർച്ചയായും അത് പുറത്തേക്ക് കൊണ്ടുവരപ്പെടണം. ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമായി തോന്നുന്നില്ല. അതുകൊണ്ടാണ് മാതൃഭൂമി ന്യൂസ് ഇത് ചർച്ച ചെയ്തതും വിഷയം ഇന്ന് പരിശോധിച്ചതും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഗോപു, KSU നേതാവ്, ഒപ്പം ശ്രീ റെജി ലൂക്കോസ്.